എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ആത്മീയ യാത്ര അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണി അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോളിൻ്റെ ആ ഒരു യാത്രയ്ക്ക് ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ട് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് യാത്ര ചെയ്യിക്കുകയും അവിടെയെല്ലാം നമ്മൾക്കൊരു ഗൈഡൻസ് പോലെ നമ്മളുടെ മുന്നിൽ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തരികയും നമ്മളെ ആ ഒരു പാതയിലേക്ക് നേരായ പാതയിലേക്ക് റൈറ്റ് ഡിറക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഡിവൈൻ ഫോഴ്സസ് ആണ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരാരൊക്കെയാണ്? അത് നമുക്ക് ഇന്ന ആളെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഏഞ്ചൽസ് ഉണ്ട്, ആർക്ക് ഏഞ്ചൽസ് ഉണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർവികർ, പിതൃക്കൾ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ കളിച്ചു വളർന്ന് ചിലപ്പോൾ മരണപ്പെട്ടു പോയ, വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും സോൾസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള പൂർവ്വജന്മങ്ങളിൽ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സോള്, അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു എനർജി വൈസുള്ള ആ ഒരു സ്പിരിറ്റ്സ് കാണും. പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ആക്സിഡൻ്റലായിട്ട് നമ്മളൊരു വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ നമ്മളുടെ കണ്ണിലുടക്കുകയും അത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതും നമ്മളുടെ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളെ അതിലൂടെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലെങ്കിൽ നമുക്ക് ആക്സിഡൻ്റലായിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു ടീച്ചർ ആരെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് നമ്മളോട് പറയുകയും അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾക്ക് അത് കേട്ടതും നമുക്ക് എന്താണെന്നത് വായിച്ചു കളയാം, എന്താണെന്നൊന്ന് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഒരാളുടെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് നമ്മൾ ആ ബുക്ക് വായിക്കുക. ആ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തൂടെ ഉള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവചരിത്രങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിലൂടെയും നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സ് നമ്മളുടെ പാത അല്ലെങ്കിൽ ലൈഫ് പർപ്പസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവിടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമുക്കറിയാം, പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പ്രപഞ്ചമല്ല, അനേകായിരം പ്രപഞ്ചമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കോടാനുകോടി ശക്തികളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ആരെയൊക്കെയാണ് ഉപാസിക്കുന്നത്? മതപരമായിട്ട് ഉള്ള വ്യത്യാസം വെച്ച് പല ആളുകളും പല വിശ്വാസമനുസരിച്ച് പല ശക്തികളെയും നമ്മൾ പ്രാപിക്കുമ്പോൾ മന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ എപ്പോഴും ആ ഒരു ശക്തിയെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ശക്തിയുടെ ആ ഒരു ഗൈഡൻസ് എപ്പോഴും നമ്മൾ അറിയാതെ നമ്മളിലൂടെ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും, നമ്മളെ നേർവഴിക്ക് മാത്രം നയിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് അപകടം വരുമ്പോൾ നമ്മളെ അതിൽ നിന്നെല്ലാം രക്ഷിക്കും. അപ്പോൾ അവരെ നമ്മൾ പൊതുവെ പറയുന്നതാണ് സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹോളി സ്പിരിറ്റ്സ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് മറ്റ് കാർമികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ കർമ്മം കൊണ്ട് നമ്മളിങ്ങനെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന നമ്മളെ ഈ ഒരു ലൈഫ് ടൈമിൽ ഉയർത്തി നമ്മളെ ഹൈ വൈബ്രേഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ആ ഈ ഒരു ഭൂമിയിൽ ഈ ഒരു ജന്മം ഞാൻ എന്തിന് വന്നു, എന്തിനാണ് നമ്മളെ ഇവിടെ ജനിപ്പിച്ചത് എന്നുള്ള രീതിയിൽ നമ്മളെ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലിങ്ങനെ ഒരു എർജ് പോലെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കണം, ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ നിരന്തരം നമ്മൾക്ക് ചിന്ത വരികയാണെങ്കിൽ അത് നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് അല്ല. അത് നമ്മളുടെ ഈഗോ മൈൻഡ് സെറ്റിൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ട്, നമ്മളുടെ ലോ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുകയും പുറത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിന്താഗതിയാണ് അങ്ങനെ നമുക്ക് ആ ഒരു തോട്ട് പ്രോസസ്സിങ് വരുന്നത്. സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾക്കൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഒരു തണുത്ത കാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജൊന്ന് തുറക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആ ഒരു കൂളിങ്,
ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒരു ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഈ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുമ്പോൾ. എവിടെയോ ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാതെ പണ്ടെപ്പോഴോ കേട്ടൊരു പാട്ട് നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ വായിലൊന്ന് മൂളാൻ തോന്നുക, അങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ഫീലിംഗ് വന്നിട്ട് നമ്മളുടെ ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ പാഷനിലേക്ക് അത് കൊണ്ടെത്തിച്ച് നിന്നുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ലൈഫ് പർപ്പസിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുതിരുന്നു ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സ് സഹായിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നതിനും നിങ്ങളുടെ കമൻസ്, ഷെയറിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോത്സാഹനം ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോരുത്തർക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസം ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ എന്നെ ഇത്രയും ആ ഒരു സപ്പോർട്ടൊക്കെ തന്ന് മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ചാനൽ തുടർന്നും കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ശക്തിയിലേക്ക് നമുക്കെപ്പോഴും കണക്റ്റഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മളുടെ ഓരോ ദിവസവും ഓരോ നേരവും നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രപഞ്ചശക്തിയോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിലേക്ക് താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് പറ്റുന്ന രീതിയിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തു തീർക്കാനായിട്ട് എന്നെ സഹായിക്കുന്നതിന് താങ്ക് യു സോ മച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിൽ വളരെ മൈൻഡ്ഫുള്ളായി നിന്നുകൊണ്ട് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ സോൾ ലെവലിൽ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടുവന്ന് ആ ഒരു രീതിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായി വളരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് നമ്മൾക്ക് ഫീൽ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സെൻസറി സിസ്റ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അതൊരു 90% സക്സസ്ഫുൾ മാനറിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശക്തികളെല്ലാം നമ്മളെ സഹായിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. എപ്പോഴും വളരെ കാമായിരിക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇമോഷൻസിനെ ഉയർത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ താഴ്ത്തിക്കൊണ്ട് ആ ഒരു ചുറ്റിക്കറങ്ങി ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് നമ്മൾ അത്രയും മനസ്സിലാക്കില്ല, നമ്മൾ അത്ര ബോധേഡാവില്ല. കാരണം ഇമോഷൻസ് ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരെക്കുറിച്ച്, ചുറ്റുപാടിനെക്കുറിച്ച്, ആ ഒരു സാഹചര്യത്തിനെക്കുറിച്ച്, ഇതെവിടെയാണ് സംഭവിക്കുന്നത്, ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ആളുകളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ പ്രസൻറ്റ് മൊമെൻ്റ് ആ കാര്യം എന്താണെന്ന് മനസ്സിലാവാതിരിക്കും. അതിനു പകരം ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തുക. എന്താണ് ഇവിടുത്തെ കാര്യം, എന്ത് ഡിസിഷനാണ് ഞാൻ എടുക്കേണ്ടത്, ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള എൻ്റെ ധൈര്യവും അല്ലെങ്കിൽ അതൊരു സക്സസ്ഫുൾ മാനറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരീയ ശക്തി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് മുഴുവനും എൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ഗൈഡൻസിലൂടെ എനിക്കിത് ചെയ്യുമ്പോൾ അത് വളരെ വിജയകരമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ള എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ നിന്നുകൊണ്ട് വളരെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ആ ഒരു ഗൈഡൻസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ചുറ്റും ആയിട്ട് നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് വളരെ അലൈൻ ആവുക. നമ്മൾ വെളിയിലോട്ടിറങ്ങി നമ്മൾ ചുറ്റിനും നോക്കുമ്പോൾ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് അല്ലെങ്കിൽ സിൻക്രണസിറ്റി അല്ലെങ്കിൽ ട്വിൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ചിത്രശലഭങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ മൃഗങ്ങൾ
അല്ലെങ്കിൽ സ്പിരിറ്റ് ആനിമൽസ് ഒക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് പ്രപഞ്ചശക്തി എനിക്ക് പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിവേഴ്സുമായിട്ട് അത്രയും അലൈനായിട്ട് നിൽക്കണം. യൂണിവേഴ്സുമായിട്ട് അത്രയും അലൈനായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ സറണ്ടറിങ് മോഡിലേക്ക് നിൽക്കണം. എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അറിഞ്ഞൂടാ, എൻ്റെ ലൈഫ് പർപ്പസ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിലേക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ആ പ്രപഞ്ചശക്തിയുടെ പാദങ്ങളിൽ അങ്ങനെ നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്നെ നേർവഴിക്ക് മാത്രം നടത്തണം, നയിക്കണം. ഓരോ നിമിഷവും എനിക്ക് ഗൈഡൻസ് തന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ, ജീവിതത്തിൻ്റെ ഓരോ പടവുകൾ ചവിട്ടിക്കയറാനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു സറണ്ടറിങ് മോഡിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് എപ്പോഴും അലൈനായി നിൽക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സുമായിട്ട് അത്രയും കണക്റ്റഡായി, അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റഡായി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റിന് ആ ഒരു പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് നമ്മൾക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനും നമ്മൾ വളരെ മൈൻഡ്ഫുള്ളായിട്ട് വളരെ അലൈനായിട്ട് യൂണിവേഴ്സുമായിട്ട് എപ്പോഴും വളരെ കണക്റ്റഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ കാമായി വളരെ പീസ്ഫുള്ളായി എല്ലാ നിമിഷവും ജീവിക്കുക. എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നോട്ടെ, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലും ഒരു ആക്സിഡൻ്റൽ സിറ്റുവേഷൻ ആണെങ്കിലും ഒക്കെ അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ആ ഒരു വശത്തിനെ നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളങ്ങ് മാറിപ്പോകും. അവിടെ ഒരു സൊല്യൂഷൻ നമ്മൾക്ക് കിട്ടും. ആ ഒരു സൊല്യൂഷൻ നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ വളരെ പീസ്ഫുള്ളായി വളരെ കാമായിരുന്നുകൊണ്ട് ആ പ്രശ്നത്തിനെ ഒബ്സർവ് ചെയ്യാനും അതിനെ ഒന്ന് നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനും അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങാനായിട്ടും നമ്മൾ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ മുന്നിൽ എന്തൊരു കാര്യം വരുമ്പോഴും നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ യൂണിവേഴ്സുമായിട്ട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിനോട് ചോദിച്ച് ആ ഒരു ഗൈഡൻസ് വാങ്ങിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇനി പലപ്പോഴും നമ്മൾക്ക് ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ നമ്മൾക്ക് വിട്ടുപോകും. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നില്ല, ഒന്നിനും ഒരു ചുറുചുറുക്കില്ല, ഭയങ്കര അവശത, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, ശരീരത്തിനാകമാനം ഭയങ്കര വേദന, ഒന്നും അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ 100 ഓപ്പർച്യൂണിറ്റീസ് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ വന്ന് വീഴുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നമ്മളുടെ മുകളിലുള്ള സ്പിരിച്വൽ അറ്റാക്കാണ്. അപ്പോൾ സ്പിരിച്വൽ അറ്റാക്കിൻ്റെ സൂചന അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ സ്പിരിച്വൽ അറ്റാക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ വായും ഒക്കെ തുറന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശബ്ദത്തിനെ ഉയർത്തിക്കൊണ്ട് മനഃപൂർവ്വം നമ്മൾ പറയുക, താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് ദിസ് മച്ച് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഇത്രയും വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക് അല്ലെങ്കിൽ ഇത്രയും ഒരു ട്രിഗറിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ എൻ്റെ മുന്നിൽ തന്നതിന് ആ പ്രപഞ്ചശക്തിയോട് ഞാൻ കോടാനുകോടി നന്ദിയും പ്രണാമവും ഒക്കെ അർപ്പിക്കുകയാണ്. അത്രയും എൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് നേടിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് എന്നെ സാധിക്കുന്നതിന് അല്ലെങ്കിൽ സഹായിക്കുന്നതിന്. അങ്ങനെ നമ്മൾ ശബ്ദമുയർത്തി മനഃപൂർവ്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ ട്രിഗറിങ് ആയിട്ടെല്ലാം കൊണ്ടുവന്ന സ്പിരിച്വൽ അറ്റാക്ക് കൊണ്ടുവന്ന ഡെവിൾ എനർജിക്ക് ശക്തി കുറയുകയും ഡിവൈൻ എനർജിക്ക് ശക്തി കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്പിരിറ്റ് ഗൈഡ്സുമായിട്ട് കണക്റ്റഡായി നിന്നുകൊണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുക. സ്പിരിച്വലി മുന്നേ നടന്നുപോയ പല ആളുകളുടെയും ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ വീഡിയോസ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരുമ്പോൾ നമ്മളതൊന്ന് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പ്രഭാഷണം നടത്തുന്ന വലിയ അറിവുള്ള ആളുകൾ എത്തുമ്പോൾ അവരുടെ വചനങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ
നമ്മളെപ്പോഴും വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ശക്തിയുടെ ഏതെങ്കിലും മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ആ ഒരു ശക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് എപ്പോഴും ഇരിക്കാനായിട്ട് സഹായിക്കുകയും അങ്ങനെ ആ ഒരു ശക്തിയിലേക്ക് മാത്രം നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ എത്ര നെഗറ്റിവിറ്റി നമ്മളുടെ മുന്നിൽ വന്നാലും ആ ഫോക്കസിങ്ങിന് മാറ്റം വരാതിരിക്കുമ്പോൾ നമ്മൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതെല്ലാം വളരെ സക്സസ്ഫുൾ മാനറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ആ ഒരു ഹോളി സ്പിരിറ്റ്സ് എല്ലാം നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇത് ഈ ഒരു ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്സിന് അങ്ങനെ പാവപ്പെട്ടവൻ പണക്കാരൻ അല്ലെങ്കിൽ കറുത്തത് അല്ലെങ്കിൽ വെളുത്തത് അല്ലെങ്കിൽ ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് വിദ്യാഭ്യാസം ഇല്ലാത്തത് അങ്ങനത്തെ യാതൊരു വിവേചനവുമില്ല. നമ്മൾ എത്രത്തോളം വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഈ ശക്തികളെ പ്രാപിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കുന്നുവോ അവരെപ്പോഴും നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മളെ ആ ഒരു ലൈഫ് പർപ്പസിലേക്ക് കണക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ജീവിതം നമ്മളാൽ കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ദോഷമൊന്നും വരുത്താത്ത രീതിയിൽ നല്ലതുപോലെ മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.